കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം. എൻ്റെ പേര് ക്രിസ്റ്റൻ രാജ്. ദൈവവിളി എന്ന ഈ പ്രോഗ്രാമിലേക്ക് വന്ന് സമ്മതിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ആ വിളിയെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ സമയം പങ്കുവയ്പ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവവിളിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലുള്ള വിളിയാണ് ദൈവം സാധാരണയായി മനുഷ്യർക്ക് നൽകുന്നത്. ഒന്ന് സ്പെഷ്യൽ കോളിംഗ് അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു വിളി. രണ്ടാമത്തത് പൊതുവായിട്ടുള്ള ഒരു വിളിയാണ്, ജനറൽ കോളിംഗ് എന്ന് പറയും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ നാമത്തെ അറിഞ്ഞ് ജീവിപ്പാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ആ ദൈവവിളിയുടെ നിസ്തുല്യമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് ദൈവവിളി എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവവിളിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ദൈവവിളി ലഭിച്ച അനേക വിശുദ്ധന്മാരെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവം പലരെയും പല രീതികളിൽ വിളിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ വേർതിരിച്ചു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് വേണ്ടി അനേകരെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു. പ്രത്യേകിച്ച് 12 ശിഷ്യന്മാരെ തന്നോടുകൂടെ ആയിരിക്കാനും തൻ്റെ ശുശ്രൂഷയിൽ തന്നെ സഹായിപ്പാനും ദൈവരാജ്യത്തിൻ്റെ പണിക്കു വേണ്ടി അവരെ ദൈവം വേർതിരിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ സാധാരണ ഉപജീവന മാർഗങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തികളെ അവരുടെ ഉത്സാഹവും സമർപ്പണവും കണ്ടിട്ട് യേശു തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ വിളിച്ച് വേർതിരിക്കുകയുണ്ടായി. തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടം 30 വയസ്സ് മുതൽ ഏകദേശം 33.5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ 12 ശിഷ്യന്മാർ മാത്രമല്ല, അനേകരെ യേശു കർത്താവ് ഈ സമയത്ത് ശിഷ്യന്മാരാക്കുകയും ആ വെളിയുടെ മാസ്മരികത അവർ ഗ്രഹിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ ദൗത്യം എന്താണ്, അല്ലെങ്കിൽ അവരെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് യേശു അവരെ പഠിപ്പിക്കുകയും ചെയ്തതായി നാം തിരുവചനത്തിൽ കാണുന്നു. ഞാൻ ജനിച്ച് വളർന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ വാഗമണിനടുത്ത് ചോറ്റുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ്, മാതാവ്, ഒരു അനുജനുണ്ട്. ഞങ്ങൾ 3 പേരായിരുന്നു. ഏറ്റവും ഇളയ അനുജൻ മരിച്ചുപോയി. ഞാൻ ജനിച്ച് വളർന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വാഗമണിനടുത്തുള്ള ചോറ്റുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ് ആ സ്ഥലം. ഞാൻ പഠിച്ച എൻ്റെ വിദ്യാഭ്യാസം ഞാൻ ചെയ്തത് സെൻറ്റ് തോമസ് ഹൈസ്കൂൾ പുള്ളിക്കാനം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിപ്പാൻ, പ്രത്യേകിച്ച് ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മീക അന്തരീക്ഷത്തിൽ ആയിരിക്കാനായിട്ട് കർത്താവിനെ സഹായിച്ചു. ചെറുപ്രായം മുതൽ തന്നെ കർത്താവിൻ്റെ വേലയിൽ, പ്രത്യേകിച്ച് ഭവനത്തിലായിരിക്കുമ്പോൾ തന്നെ ആത്മീക കൂട്ടായ്മകളൊക്കെ വളരെ ഉത്സാഹമുണ്ടായിരുന്നു. ആരാധനകളും യൂത്ത് മീറ്റിങ്ങുകളും മറ്റുള്ള സ്പെഷ്യലായിട്ടുള്ള യോഗങ്ങളിലെല്ലാം പോയി സംബന്ധിക്കുകയും അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് തികഞ്ഞൊരു ആത്മീക അച്ചടക്കത്തിൽ വളരുവാണ്ട് കർത്താവ് എനിക്ക് കൃപ നൽകി. എൻ്റെ ദൈവവിളിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ചോറ്റുപാറ ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചർച്ചിലാണ് ഞങ്ങളുടെ കുടുംബമായിട്ട് ആരാധനയ്ക്ക് സംബന്ധിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ആരാധനകളിലും മീറ്റിങ്ങുകളിലും പോയി സംബന്ധിക്കാണ്ട് വളരെ ഉത്സാഹമുണ്ടായിരുന്നു. ആ സഭയെ ശുശ്രൂഷിച്ച ദൈവദാസന്മാരോട് ഞങ്ങളുടെ കുടുംബത്തിന് പ്രത്യേകമായ അഭേദ്യമായ ബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സഭയെ ശുശ്രൂഷിക്കാൻ വരുന്ന ദൈവദാസന്മാരോട് അവിടെ ഒരുമിച്ചായിരിക്കാനും അവിടെ അനുഭവങ്ങൾ കേൾക്കാനും അങ്ങനെ ഒരു പ്രത്യേകമായ നല്ലൊരു ആത്മീക അന്തരീക്ഷത്തിൽ തന്നെ ആയിരിക്കാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ അതൊരിക്കലും മറക്കാനാകാത്ത ഒരനുഭവമായിട്ട് നിലകൊള്ളുകയാണ്.
ഞാൻ ദൈവവിളിയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. ഞാൻ ആരാധനകളെ സംബന്ധിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്രായത്തിൽ തന്നെ സുവിശേഷ വേലയോടുള്ള താല്പര്യവും പ്രത്യേകിച്ച് ദൈവദാസന്മാരോട് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഭവനങ്ങളിൽ പോകുവാനും സുവിശേഷം മറ്റുള്ളവരോട് പറയുവാനും ട്രാക്റ്റുകൾ കൊടുക്കുവാനൊക്കെ അനേക അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു ഉത്തേജനം എൻ്റെ 12-13 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ അത് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ആഗ്രഹം ഞാൻ പാസ്റ്റേഴ്സുമായി ഷെയർ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ദൈവവേലയിൽ എനിക്ക് ഒരു ദൈവദാസനായിട്ട് തീരണമെന്നുള്ള ആഗ്രഹം ഞാൻ പങ്കുവച്ചപ്പോൾ ആ ദൈവദാസന്മാരെല്ലാം എന്നെ വളരെ ഉത്സാഹിപ്പിക്കുകയും അവസരങ്ങൾ പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ചെറിയ കൊച്ചു അവസരങ്ങൾ ഈ പ്രോഗ്രാംസിലും ആരാധനയൊക്കെ ആയിട്ട് എനിക്ക് ലഭിക്കാനായിട്ടിടയായി. അങ്ങനെ അതിനുശേഷമായിട്ട് സ്കൂളിൽ പഠിക്കുവാനായിട്ട് പോകുമെങ്കിലും അത്രമാത്രം വലിയൊരു പ്രാധാന്യം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഞാൻ ആ സമയം കൊടുത്തില്ല. കാരണം ദൈവത്തെ സേവിക്കണം, ഒരു ദൈവമകനായി തീരണം, കർത്താവിൻ്റെ സാക്ഷിയാകണം എന്നുള്ള ഉൾപ്രേരണ, ആ ഒരു ഉൾവിളി എൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ദൈവവചനം പഠിക്കുന്നതിലും ദൈവവചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിലും പ്രത്യേകിച്ച് വാക്യങ്ങളൊക്കെ ധാരാളമായിട്ട് മനഃപ്പാഠമാക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ചെറുപ്രായം മുന്നോട്ട് കടന്നു പോകുന്നത്. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ ആ സമയത്ത് തന്നെ ആദ്യത്തെ പരീക്ഷയെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ വളരെ പ്രാധാന്യം സെക്കുലർ എഡ്യൂക്കേഷന് കൊടുക്കാത്തത് കൊണ്ട് എങ്ങനെയും 10 വരെ പോവുക, അതിനുശേഷം ഒരു ബൈബിൾ കോളേജിൽ പോവുക, ദൈവവചനം പഠിക്കുക എന്നുള്ള ഒരു താല്പര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതിന് ശേഷം എൻ്റെ അമ്മയുടെ വീട് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തടുത്തുള്ള കല്ലുവെട്ടാൻകുഴി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അങ്ങനെ ഞാൻ അമ്മയുടെ നാട്ടിലേക്ക് വരികയും ഒരു ബൈബിൾ കോളേജിൽ പോകണമെന്നുള്ള ഒരു താല്പര്യം ഒരു ദൈവദാസനുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, SSLC പാസ്സായാൽ വചനം പഠിക്കാനുള്ള അവസരം നല്ല ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും, എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ SSLCയിൽ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായി. എന്നാൽ ദൈവവചനം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത സെക്കുലർ വിദ്യാഭ്യാസം കൂടെ പ്രത്യേകിച്ച് SSLC പരീക്ഷയും കൂടെ പഠിച്ച് പാസ്സാകണമെന്നുള്ള ആ ഒരു നിർദ്ദേശം ഞാൻ കേട്ടിട്ട് വീണ്ടും ഞാൻ പഠിക്കുവാനായിട്ട് വാഗമണിലേക്ക് തിരിച്ചു പോവുകയും അങ്ങനെ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്ത് SSLC പരീക്ഷ എഴുതി അങ്ങനെ പാസ്സായി. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നില്ല. എറണാകുളത്തുള്ള ഇന്ത്യ ക്രിസ്ത്യൻ ബൈബിൾ കോളേജ് എന്ന് പറയുന്ന ഒരു വേദ പഠനശാലയിൽ പോയി ദൈവവചനം പഠിക്കുവാനായിട്ടും ദൈവം കൃപ നൽകി. അങ്ങനെ ആ സ്ഥാപനം തെങ്ങോട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. 3 വർഷക്കാലം ഡിപ്ലോമ ഇൻ തിയോളജി എന്ന് പറയുന്നൊരു കോഴ്സ് അവിടെ ചെയ്തു. അങ്ങനെ ഉത്സാഹത്തോടുകൂടെ ദൈവവചനം പഠിക്കുവാനായിട്ട് ബൈബിൾ കോളേജിൽ ചേർന്നു. ആ കോഴ്സ് മലയാളം മീഡിയത്തിലാണ് ഞാൻ ചേർന്നത്. അങ്ങനെ അവിടെ ആ പഠനം ആരംഭിച്ചു. എൻ്റെ ചിന്താഗതിയിൽ നിന്നും വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു എനിക്ക് അവിടെ ലഭ്യമായത്. കാരണം ഞാൻ ചിന്തിച്ചത് ബൈബിൾ കോളേജ് എന്ന് പറയുന്ന സ്ഥലം എപ്പോഴും പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, പാരായണം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഞാൻ ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്ത ആ സമയത്ത് ധാരാളം എൻ്റെ ചിന്തകൾക്ക് വിപരീതമായിട്ട് ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുന്നതായൊരു ശീലം, ഒരു ടൈം ടേബിൾ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഒരു ജീവിത ക്രമീകരണം അല്ലെങ്കിൽ ഒരു ചിട്ടയായ ഒരു ജീവിത ക്രമീകരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് വാസ്തവത്തിൽ ആ വചനം പഠിക്കുവാനായിട്ട് ഞാൻ ആരംഭിച്ചപ്പോഴാണ്. ദൈവവചനം പഠിക്കുവാനായി ആ ഒരു പഠന സമയത്ത് തന്നെ പഠനത്തിൽ എനിക്ക് നല്ലൊരു മികവ് പുലർത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. കാരണം സുവിശേഷ വേലയോടുള്ള എൻ്റെ ആഗ്രഹം, ദൈവവചനം ശക്തമായി പഠിക്കണമെന്നുള്ള താല്പര്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നല്ല ഒരു നിലയിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് പരമാർത്ഥമായി പഠിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു.
പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അധ്യാപകർ ഉൾപ്പെടെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരന്മാരുടെ ഇടയിലെല്ലാം വച്ച് എനിക്ക് പ്രത്യേകമായി നല്ല മാർക്കോടുകൂടെ ഓരോ വിഷയത്തിനും പാസ്സാകുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈബിൾ കോളേജിൽ നിന്ന് തന്നെ അവസരങ്ങൾ ആഴ്ചതോറും പുതിയ സ്ഥലങ്ങളിൽ പോകുവാനും സുവിശേഷം പറയുവാനും ട്രാക്റ്റുകൾ കൊടുക്കുവാനും ദൈവദാസന്മാരെ സഭകളിൽ പോയി സഹായിക്കുവാനായിട്ടുള്ള അവസരങ്ങളെല്ലാം ഉണ്ടായി. അങ്ങനെ 2ാമത്തെ വർഷം ആയ സമയത്ത് എറണാകുളത്ത് പെരുമ്പാവൂരിനടുത്തുള്ള ഇല്ലിത്തോട് എന്ന് പറയുന്ന സ്ഥലം, ഇല്ലിത്തോട് നിന്ന് 3 കിലോമീറ്റർ കൂടെ പോയാൽ മുളങ്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താൽക്കാലികമായിട്ട് ശുശ്രൂഷകനായിട്ട് അവിടെ ബൈബിൾ കോളേജിലുള്ള അധികാരികൾ അവിടെ സഭയിൽ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്ന സഭയിൽ എന്നെ നിയോഗിക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ അവിടെ ശുശ്രൂഷയും കൂടെ ഈ ദൈവവചനം പഠിക്കുന്ന സമയത്ത് ആഴ്ചകളിൽ പോയി ശുശ്രൂഷ ചെയ്തു, ട്രാക്റ്റുകൾ കൊടുത്തു. അങ്ങനെ വലിയൊരു പ്രത്യേകമായൊരു അനുഭവം ആ സമയം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശുശ്രൂഷകൾ ചെയ്യുന്നതും കൂടെ മുഖാന്തരമായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ വാസ്തവത്തിൽ ദൈവവചനം പഠിക്കുക മാത്രമല്ലായിരുന്നു, പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രായോഗികമായിട്ട് ശുശ്രൂഷയിൽ അത് ചെയ്യാം എന്നുള്ള ആ ഒരു പ്രത്യേകമായ അനുഭവവും ആ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞാൻ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ശുശ്രൂഷകനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഉപരിപഠനത്തിന് പോകണമെന്നുള്ളൊരു താല്പര്യം, ഒരു സംഭവം മുഖാന്തരമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനൊരു സമയത്ത് സഭയിൽ ശുശ്രൂഷകനായിട്ട് വീക്കെൻഡിലായിരുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് ഫോം എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പൂരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മലയാളം മീഡിയമാണ് പഠിക്കുന്നത്, എനിക്ക് മലയാളമേ സംസാരിക്കാനായിട്ട് അറിയുള്ളൂ, അതല്ലാതെ ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ഒരു ദൈവദാസനായിരിക്കുമ്പോൾ ഇംഗ്ലീഷും കൂടെ അറിയണം, മറ്റുള്ള ഭാഷയും കൂടെ അറിയണമെന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞ നിമിത്തമായിട്ട് അതെൻ്റെ ജീവിതത്തിലൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഓക്കെ, അപ്പോൾ ദൈവദാസനായിട്ട് ഇരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പറയാനുള്ള നൈപുണ്യം കൂടെ ഉണ്ടായിരിക്കണമെന്നുള്ള ചിന്തയിൽ ആ പഠനത്തിന് ശേഷം ഞാൻ അവിടെ ഒരു തീരുമാനമെടുത്തു. BTH പഠനത്തിന് വേണ്ടി ഒരു ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ കോളേജിലേക്ക് പോകണമെന്നുള്ള താല്പര്യം ഉണ്ടാകുകയും അങ്ങനെ 2001 മുതൽ 2004 വരെയാണ് അവിടെ ദൈവവചനം പഠിച്ചത്. 2005 ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി എന്ന് പറയുന്ന ഒരു സെമിനാരിയിലേക്ക്, ചെറുവക്കൽ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സെമിനാരിയാണ്, ആ സെമിനാരിയിലേക്ക് പോവുകയും BTH പഠനം അവിടെ പൂർത്തീകരിക്കുവാനായിട്ടും കർത്താവ് സഹായിച്ചു. വളരെ പ്രയാസമായിരുന്നു, കാരണം മലയാളം മീഡിയം സ്കൂളിൽ ഒരു ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. മലയാളം മീഡിയം ബൈബിൾ കോളേജിലാണ് ആദ്യമായിട്ട് ഞാൻ 3 വർഷം ഡിപ്ലോമ പഠിച്ചത്. നന്നായിട്ട് പഠനം പൂർത്തീകരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. എന്നാൽ ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ളത് പഠിക്കുവാനായിട്ട് ആരംഭിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ പോലും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. എങ്കിലും ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം വാസ്തവത്തിൻ്റെ പ്രാർത്ഥന കേട്ട് നന്നായി ആ BTH പഠനം എനിക്ക് പൂർത്തീകരിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ഈ പഠനം പൂർത്തീകരിച്ചതിന് ശേഷമാണ് വാസ്തവത്തിൽ പഠനത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യതയെ ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ ദൈവവചനം പഠിക്കുവാനുള്ള ഉത്സാഹം എൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്തു. BTH പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് വീക്കെൻഡ് മിനിസ്ട്രിക്കായി അവിടെ പോവുകയും അങ്ങനെ ആഴ്ചകളിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സെമിനാരിൽ നിന്ന് വരികയും അങ്ങനെ അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ടും കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷം മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ പൂർത്തീകരിക്കാണ്ട് കർത്താവ് സഹായിച്ചു. ആ പഠനത്തിന് ശേഷമാണ് എൻ്റെ വിവാഹത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. വിവാഹം എൻ്റെ 27ാമത്തെ വയസ്സിലായിരുന്നു. ഞാൻ വിവാഹം കഴിച്ചത് സിമി SS എന്ന് പറയുന്ന ഒരു ദാസിയാണ്. എൻ്റെ വൈഫിൻ്റെ വീട് നെടുമങ്ങാടാണ്. നെടുമങ്ങാടിൽ അങ്ങനെ ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു പ്രത്യേകമായ ദൈവനിയോഗം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ 2-3 മാസങ്ങൾക്ക് ശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് കർത്താവ് സഹായിച്ചു. ബീഹാറിൽ പോയി അവിടെ ദൈവവചനം പഠിപ്പിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ ഹിന്ദിയാണ് അവിടെ പൊതുവായിട്ടുള്ള ഭാഷയായിരുന്നതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. സെമിനാരിയോടുള്ള ബന്ധത്തിൽ 6 മാസം അവിടെ പ്രവർത്തിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും
ട്രിവാൻഡ്രത്തേക്ക് മടങ്ങി വരികയും എൻ്റെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി മാസ്റ്റർ ഓഫ് തിയോളജിക്ക് വേണ്ടി ബഥേൽ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാനായിട്ടുള്ള അവസരം ദൈവം ഒരുക്കി. ആ സമയത്ത് എൻ്റെ വൈഫ് TTC എന്ന് പറയുന്നൊരു കോഴ്സ് പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ ആ പഠനത്തിന് ശേഷം ദൈവത്തിൻ്റെ വേലയിൽ പ്രത്യേകിച്ചും സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാണ്ട് കർത്താവ് കൃപ ചെയ്യുന്നു. ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് പല സ്ഥാപനങ്ങളിലും ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് ദൈവം അനേക അവസരങ്ങളെ ദൈവം ഈ സമയം ഒരുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന പ്രസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ട് ഇടുക്കിയിൽ വാഗമൺ ചോറ്റുപാറ സ്ഥലത്ത് അവിടെയാണ് പോയി ആ സഭയിലാണ് പോയി ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം വിവിധമായ പ്രസ്ഥാനത്തോടുകൂടെ ദൈവവേല ചെയ്യാണ്ട് കർത്താവ് സഹായിച്ചു. എന്നാൽ എൻ്റെ വിവാഹത്തിന് ശേഷം പ്രത്യേകിച്ചും ഈ MTH പഠനത്തിന് ശേഷം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാണ്ട് കർത്താവ് കൃപ നൽകി. ഇവിടെ വിഴിഞ്ഞത്തുള്ള സ്ഥലത്ത് അവിടെയുള്ള ലോക്കൽ അസംബ്ലീസ് ഓഫ് ഗോഡ് വിഴിഞ്ഞം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ അംഗങ്ങളാണ് എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അമ്മച്ചിയും മറ്റുള്ളവരെല്ലാവരും പോയി അവിടെയാണ് ആരാധിക്കുന്നത്. അങ്ങനെ അവിടെ ഞങ്ങൾ പോവുകയും അവിടെ ഞങ്ങളുടെ ഒരു മെമ്പർഷിപ്പ് എടുക്കാനായിട്ടും ആരാധിച്ച് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീരാനായിട്ട് ദൈവ നിയോഗം തന്ന നിമിത്തമായിട്ട് അങ്ങനെ ശ്രമിക്കുകയും അങ്ങനെ ദൈവം ഒരു അവസരം ഒരുക്കുകയും ചെയ്തു. അങ്ങനെ 2013 അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് പ്രവേശിപ്പാണ്ട് കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ ആദ്യ പ്രവർത്തനം ഞങ്ങൾക്കുണ്ടാകുന്നത് വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. വെഞ്ഞാറമ്മൂട് ടൗൺ കേന്ദ്രീകരിച്ച് ഒരു സഭാ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ദൈവം ഒരു നിയോഗം ഞങ്ങളുടെ ഹൃദയത്തിൽ തരികയും അതിനനുസരിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങോട്ട് പോകാനായിട്ട് കർത്താവ് സഹായിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ സുവിശേഷത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് വൈഫ് ശാരീരികമായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെല്ലാം തരണം ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. ഞങ്ങൾ ആ ദേശത്ത് പോകുന്ന സമയത്ത് വളരെ പ്രയാസപ്പെട്ടാണ് അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചത്. കാരണം അവിടെ പോയി ഒരു വീടെടുത്ത് വാടക പൈസ കൊടുത്ത് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ പരിമിതമായ ഒരു സഹായം ആയിരുന്നതുകൊണ്ട് ആ പരിമിതമായ സഹായം കൊണ്ട് ഞങ്ങളുടെ വീട് വാടകയ്ക്കാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ നിന്നും പ്രത്യേകിച്ച് ഞങ്ങൾ നെടുങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം വെളുപ്പിൻശാലയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്, ആ വാടക വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വെഞ്ഞാറമ്മൂട് പോയി പ്രവർത്തിപ്പാണ്ട് കർത്താവ് സഹായിച്ചത്. വാസ്തവത്തിൽ ഒരു മരുഭൂമിക്ക് സമമായിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു വെഞ്ഞാറമ്മൂട്. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യതകളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങൾ അവിടെ സുവിശേഷ വേല ചെയ്തു. ട്രാക്റ്റുകൾ കൊടുത്തു, സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവച്ചു. അങ്ങനെ ദൈവസ്നേഹം പലരുമായി പങ്കുവയ്പ്പാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് പ്രത്യേകമായ കൃപ നൽകി. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് ആരും ദൈവഭാഗത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. എങ്കിലും ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ ചില വർഷങ്ങൾ 4 വർഷത്തോളം അവിടെ ആയിരുന്നു ഞങ്ങൾക്ക് പ്രവർത്തിപ്പാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷമായിട്ട് ഞങ്ങൾക്ക് ഉറിയാക്കോടിനടുത്തുള്ള ഒരു സ്ഥലം അത്തിയറ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് സഭാപ്രവർത്തനം പെട്ടെന്ന് മാറ്റി ലഭിക്കുകയും അങ്ങനെ ഞങ്ങൾ അത്തിയറ സഭയിൽ ആര്യനാട് സെഷനിലുള്ള അത്തിയറ സഭയിലേക്ക് 2019 വരികയും അവിടെയും ഞങ്ങൾ സുവിശേഷ വേല ആരംഭിച്ച സമയത്ത് ഒരു 11 സെൻറ്റോളം സ്ഥലം സഭയ്ക്കായിട്ടുണ്ടായിരുന്നെങ്കിലും വളരെ പരിമിതപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ ഹോളും അല്പം വിശ്വാസികളും ഒരു 3-4 വിശ്വാസികൾ മാത്രമേ സൺഡേ ആരാധനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ പരിമിതമായ സാഹചര്യത്തിൽ ശക്തമായി കർത്താവിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു, സഭ ശുശ്രൂഷ അവിടെ ആരംഭിച്ചു. ദൈവകൃപയാൽ ആ സഭ ഈ സമയത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു സഭയായിട്ട് മാറുകയും ചില ദൈവമക്കൾ കർത്താവിനെ അറിയാനായിട്ടും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള അവസരങ്ങൾ ദൈവമൊരുക്കി. അങ്ങനെ ആ ശുശ്രൂഷയുടെ തലങ്ങൾ വളരെ പ്രയാസം നിറഞ്ഞ ഒരു യാത്രയിലൂടെയാണ് ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ മുന്നോട്ട്
പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ ആയിരിക്കുന്ന സമയങ്ങളെല്ലാം വളരെ പരിമിതമായ ഒരു സാമ്പത്തിക കാര്യാദികളിലെല്ലാം പ്രത്യേകിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ശുശ്രൂഷയിൽ ശക്തമായി തുടരുവാനും കർത്താവ് സഹായിച്ചു. ഈ അവസരങ്ങളിൽ തന്നെ, ഈ സമയങ്ങളിൽ തന്നെ ചില ബൈബിൾ കോളേജുകളിൽ പോയി ദൈവവചനം പഠിപ്പിക്കുവാനായിട്ടുള്ള അവസരം കൂടെ ദൈവം ഒരുക്കി തന്നു. അതും വളരെ പ്രത്യേകമായ ഒരു അനുഭവമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് അവരെ ദൈവവേലയിലേക്ക് നയിക്കുക എന്നുള്ളത് അതൊരു അനുഗ്രഹമാണ്. ആ ഒരു ശുശ്രൂഷയിലും കൂടെ ദൈവം എനിക്ക് നിയോഗം തന്നതുകൊണ്ട് ഞാൻ ആ ശുശ്രൂഷയോടെ ഈ സമയം തുടരുകയാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ 3 മക്കളെ ദൈവം ദാനമായിട്ട് നൽകി. 2 പെൺകുഞ്ഞുങ്ങളും ഒരു മോനുമാണ്. മൂത്ത മോൾക്ക് ഇപ്പോൾ 12 വയസ്സുണ്ട്. ഇളയ മോൾക്ക് ഇപ്പോൾ 7 വയസ്സായി. ഇളയ മോൻ ഇപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ശക്തമായിട്ട് തുടരുവാനായിട്ട് കർത്താവ് സഹായിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ ദൈവവചനം പഠിക്കാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് ഈ പഠനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വളരെ പ്രാധാന്യത ഉണ്ടതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പ്രത്യേകിച്ചും സുവിശേഷ പ്രഭാഷണങ്ങളിൽ പ്രത്യേകമായി കേൾക്കുന്നത് ലോകപരമായുള്ള വിദ്യാഭ്യാസത്തിന്, സെക്കുലർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യതയുണ്ട്, എങ്കിലും ദൈവവേലയ്ക്ക് അത്രമാത്രം പ്രാധാന്യതയില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നീണ്ട 10 വർഷങ്ങൾ ബൈബിൾ കോളേജിൽ നിന്ന് 4 ബൈബിൾ കോളേജിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ സ്വയമായിട്ട് +2 ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഷയം കേരള ഓപ്പൺ സ്കൂളിൽ ജോയിൻ ചെയ്ത് പഠിപ്പാനായിട്ട് കർത്താവ് അവസരമൊരുക്കി. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി എന്ന് പറയുന്ന BA കോഴ്സിൽ ചേരുവാനായിട്ടും അത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ മുഖേന ആ കോഴ്സ് വളരെ ഭംഗിയോടുകൂടെ പൂർത്തീകരിക്കാനായിട്ട് നല്ല 2nd ക്ലാസ്സോടുകൂടെ എനിക്ക് പാസ്സാകാനായിട്ട് കർത്താവ് കൃപ നൽകി. ആ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഞാൻ മനസ്സിലാക്കിയത് വാസ്തവത്തിൽ ദൈവവേലയ്ക്ക് ദൈവശാസ്ത്രപരമായ പഠനം മാത്രമല്ല, സെക്കുലർ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ BA കോഴ്സ് പഠിച്ചതിന് ശേഷം MA ക്രിസ്ത്യൻ സ്റ്റഡീസ് എന്ന് പറയുന്നൊരു കോഴ്സ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അതിനുശേഷം MSc സൈക്കോളജി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിപ്പാണ്ട് കർത്താവ് സഹായിച്ചു. MSc കോഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് തിയറിറ്റിക്കലി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഒത്തിരി തിയറി ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു കോഴ്സ്. പ്രാക്ടിക്കലായിട്ടുള്ള ആസ്പെക്ട്സും ആ സ്റ്റഡീസിനോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നെങ്കിലും പ്രാക്ടിക്കലും കൂടെ എനിക്ക് കൗൺസിലിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള താല്പര്യത്തിൽ കേരള യൂണിവേഴ്സിറ്റിയോടുകൂടെ ചേർന്ന് തന്നെ PG ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നൊരു കോഴ്സും കൂടെ പഠിപ്പാണ്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ അതിനുശേഷം ഫിലോസഫി, MA ഫിലോസഫിയിൽ ഞാൻ ജോയിൻ ചെയ്ത് അതിൻ്റെ പഠനം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവം എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരു PhD എടുക്കണം എന്നുള്ള ഒരു താല്പര്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. കാരണം ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവവചനം പഠനത്തോടൊപ്പം തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെ വളരെ ശക്തിയോടുകൂടെ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ സെക്കുലർ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കൂടെ വളരെയധികം ഉണ്ട് എന്ന് ഞാൻ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന പലരും ചിന്തിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയില്ല, ബൈബിൾ പരിജ്ഞാനം, വിദ്യാഭ്യാസം മാത്രം മതി എന്നുള്ള ചിന്താഗതി സാധാരണയായിട്ടുണ്ട്. എന്നാൽ എഫക്റ്റീവായിട്ട് നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള മിനിസ്ട്രി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ നിശ്ചയമായും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ, അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള താല്പര്യങ്ങൾ ഹൃദയത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും ആ കോഴ്സ് പഠിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കുമെന്ന് എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളുമായി ഞാൻ പ്രത്യേകമായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ഭാവി ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും സഭാ ശുശ്രൂഷ ശക്തമായി ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. സഭകൾ പുതുതായി പുതിയ സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുക, സുവിശേഷം പറയുക, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സുവിശേഷീകരണം ആണ് എൻ്റെയും താല്പര്യമായിട്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്നേഹിപ്പാനും എല്ലാവരെയും കരുതുവാനും ദൈവസ്നേഹം കഴിയുന്നത്ര
എല്ലാവരോടും പങ്കുവയ്പ്പാനായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുകയാണ്.